വയ്യാതെ വന്നപ്പോൾ എൻ്റെ മോനെ കളഞ്ഞേച്ച് പോയി ഭാര്യ. ആരുമില്ല നോക്കാനല്ലാതെ. വിഷമിക്കണ്ട നീ പെയ്യ നടക്ക്. പിന്നെ നമുക്ക് ആശ്രയമാകേണ്ട മകനല്ലയോ? ആശ്രയം ആകേണ്ട മകനാ. എന്തു പറ്റിയതാ മോന്? ഞരമ്പിൽ നിന്നുള്ള അസുഖം. ഓടി നടന്നുകൊണ്ടിരുന്നതാ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചൊരു ചേട്ടനാണ്. ഈ ചേട്ടന് വയ്യാതായെന്ന് അറിഞ്ഞപ്പം ഭാര്യ ഉപേക്ഷിച്ചു പോയി. കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടി പോവായിരുന്നു. എന്ത് നല്ല സ്ത്രീയാണല്ലേ. ഒന്ന് ആലോചിച്ചു, ഒരു മനുഷ്യന് താങ്ങാവേണ്ട സ്ത്രീയാണ് വയ്യാതായപ്പം പോയത്. അവസാനം അവശേഷിക്കുന്നത് പെറ്റമ്മയും അച്ഛനും മാത്രമേ കാണത്തുള്ളൂ. കരയാതെ കേട്ടാ. ലോറിക്കാരൻ്റെ പോണേ അന്ന് മാത്രം എന്റെ അച്ഛനും അമ്മയും നോക്കുന്ന തന്നെ. ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്. ഇപ്പൊ ഒരു നിവൃത്തിയുമില്ല, ഒരു ഗതിയും ഇല്ലാതെ ഞങ്ങൾ കിടക്കുക. ചത്താ കുഴിച്ചിടാൻ പോലും അടവില്ല. ആദ്യം കുറച്ചൊക്കെ നടക്കുമായിരുന്നു, ഇപ്പൊ ഒട്ടുമില്ല. തീരെ വയ്യ. ബാത്റൂമിൽ പോകാൻ തന്നെ വലിയ പാടാ. എത്ര നാളുകൊണ്ട് ഇങ്ങനെ? ഇപ്പം 4 വർഷമായി. ഇത്രയും കൂടിയത് ഇപ്പോഴാ. അന്നേരം ഇച്ചിരൊക്കെ നടക്കുമായിരുന്നു. സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രയാസമാണ്. ഒരുപാട് ചികിത്സിച്ചു, എല്ലാ സമ്പാദ്യതും പോയി. ഒന്നുമില്ല, ചികിത്സിച്ച് 39 വയസ്സ്. വയ്യാതെ വന്നപ്പോൾ എൻ്റെ മോനെ കളഞ്ഞേച്ച് പോയി ഭാര്യ. ഞങ്ങളാ നോക്കുന്നത്. ഇപ്പം ആരുമില്ല നോക്കാനല്ലാതെ. നമുക്ക് യാതൊരു നിവൃത്തിയില്ല. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. എൻ്റെ സ്ഥലമാട്ടെ ഒന്നുമില്ല. ആരുടെ ഒരു സഹായം നമുക്കില്ല. ചേട്ടന്റെ പേരെന്താ? ബിനു. എങ്ങനെ ഉണ്ട്, നടക്കാൻ പറ്റുമോ? തീരെ വയ്യ. ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ വാരി തരൂല്ലേ? പ്രായമായ അച്ഛനും അമ്മയ്ക്കും ആശ്രയമാകേണ്ട മകനെ താങ്ങി നിർത്തുന്ന ഒരു അച്ഛനും അമ്മ. ഇവര് കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ചേട്ടൻ എന്താ പറ്റിയത്? ഞാൻ ഹോട്ടൽ ജോലിയായിരുന്നു. പയ്യെ സംസാരിക്കാൻ പറ്റൂല്ലേ അമ്മ? പത്തനംതിട്ട ജില്ലയില് അടൂര് പഴകുളത്തിനടുത്ത് പുള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു കുന്നിന്റെ മണ്ടയിൽ ഒരു വാടക വീട്. ഇവിടെ ഒരു റബ്ബർ തോട്ടമാണ്. ആ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്താണ് ഈ അച്ഛനും അമ്മയും ഈ മോനെ ചികിത്സിക്കുന്നത്. ഇവിടെ വേറെ ആരുമില്ല. ഒരു വിജനമായ ഒരു പ്രദേശം, ഒരു കുന്നിന്റെ മുകളിൽ ഒരു കുഞ്ഞു വീട്, അതും വാടക വീടാണ്. അവിടെയാണ് ഈ ചേട്ടനും ഈ അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. വല്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥ. ഈ ചേട്ടന് വയ്യാതായെന്ന് അറിഞ്ഞപ്പം ഭാര്യ ഉപേക്ഷിച്ചു പോയി. കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടി പോവായിരുന്നു. എന്ത് നല്ല സ്ത്രീയാണല്ലേ. ഒന്ന് ആലോചിച്ചു, ഒരു മനുഷ്യന് താങ്ങാവേണ്ട സ്ത്രീയാണ് വയ്യാതായപ്പം പോയത്. ചേട്ടാ, കുഞ്ഞിനെ കാണാറുണ്ടോ? കുഞ്ഞിനെയും കാണിക്കത്തില്ല. കുഞ്ഞിനോട് മോളോട്. ചേട്ടാ, കുഞ്ഞിനെ മോളെ കാണണമെന്ന് ആഗ്രഹമില്ലേ? ഒരു മകളുണ്ടായിരുന്നു ചേട്ടന്. ആ കുഞ്ഞിനെ പോലും അവർ കാണിക്കത്തില്ല. മോനും ഉണ്ട്. 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളോട് പറഞ്ഞേക്കുന്നത് അച്ഛൻ മരിച്ചു പോയെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം വേദനയായിരിക്കും മനുഷ്യൻ. ചേട്ടാ ഇരുന്നു വീടല്ലേ. മോളെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അച്ഛനും അമ്മയുണ്ട്. എല്ലാവരും നോക്കുന്നേമില്ല. എൻ്റെ അച്ഛനും അമ്മയെ നോക്കുന്നേ കളഞ്ഞുകൊണ്ട് പോയി. ഒളിച്ചോടി പോയി. അവിടെ അടുത്ത ഓടി പോയിട്ട് ടിപ്പർ ഓടിക്കുന്ന ലോറിക്കാരൻ്റെ പോണേ അന്ന് മാത്രം എൻ്റെ അച്ഛനും അമ്മയും നോക്കുന്ന തന്നെ. മലയാളത്തിലെ 10-40 ലക്ഷം രൂപ വിറ്റിട്ട് എന്നെ മുത്തൂറ്റുകൊണ്ട് കാണും. ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നതാ. വയസ്സുകാലത്ത് ഞങ്ങളെ നോക്കേണ്ട മകനാ. ഇപ്പൊ ഒരു നിവൃത്തിയും ഇല്ല, ഒരു ഗതിയും ഇല്ലാതെ ഞങ്ങൾ കിടക്കുക. ഞങ്ങൾക്ക് ആകെപ്പാടെ മനസ്സിന് വലിയ പ്രയാസം മോനെ പറ്റി. വീടും ഇല്ല, ചത്താ കുഴിച്ചിടാൻ പോലും അടവില്ല. വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. അച്ഛന്റെ പേരെന്താ? എന്റെ പേര് മോഹൻ. അമ്മയുടെ പേര് ഓമന. ഈ നമ്മള് ഇവിടെ ഒരു എസ്റ്റേറ്റിനകത്ത് അവിടെ നമ്മൾ ജോലി ചെയ്യുക. അവിടുത്തെ വാടക വീടാണ്. എത്ര നാൾ ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അത് വയ്യ. ഇപ്പൊ തന്നെ ചികിത്സയാ, ഷുഗറും പ്രഷറും. സ്വന്തം സ്ഥലം അവിടെ? സ്വന്തം സ്ഥലം മലയാലപ്പുഴ. ഈ മോനെ ചികിത്സ വാടകയ്ക്ക് ഞങ്ങൾ കുറെ വർഷം കൊണ്ട് വാടകയ്ക്ക് അവിടെ ഇങ്ങനെ നിന്ന് പോകും. മോനെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള സമ്പാദ്യം മൊത്തം വിറ്റ് ഞാൻ കൂലി വേല ചെയ്യുന്നത് കൊടുത്തോണ്ടിരിക്കുക. എന്ത് പറ്റിയതായിരുന്നു? ഇവര് തലയുടെ ഒരു ഞരമ്പിന്റെ പ്രശ്നമാണ്. അന്ന് തുടങ്ങിയതാ. അപ്പൊ ഇങ്ങനെ കൂടിയ ഗുളികൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞ അതൊക്കെ നിർത്ത്. പിന്നെ ആയുർവേദം കുറെ ചെയ്തു. അങ്ങനെ ഒരുപാട് പൈസ സാമ്പത്തികമായിട്ട് ഞാൻ അന്വേഷിച്ച മൊത്തം ചെലവ്. ഒരു 5 വർഷം കൊണ്ട് ചികിത്സിച്ച് ഒരു ഫലമില്ല, ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ പൈസ മുടക്കി മരുന്നുകളും എല്ലാം വാങ്ങിച്ച് ബാത്റൂമിൽ പോകാൻ പോലും പറ്റത്തില്ല. അച്ഛനും അമ്മയും വേണം. പിടിച്ചുകൊണ്ട് വേണം. ഈ മുടി വെട്ടുന്നതൊക്കെ ഞാൻ തന്നെ മുടിയും വെട്ടി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്താനെ. പ്രണയിച്ച് വിവാഹം കഴിച്ചൊരു ചേട്ടനാണ്. ഈ ചേട്ടന് വയ്യാതെ വന്നപ്പം ഭാര്യ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇട്ടിട്ട് പോയി. ഇത്രയേ ഉള്ളൂ പ്രണയമായാലും ജീവിതമായാലും. അവസാനം അവശേഷിക്കുന്നത് പെറ്റമ്മയും അച്ഛനും മാത്രമേ കാണത്തുള്ളൂ. ഇനി എത്ര വലിയ പ്രണയമാണെങ്കിലും ഒരു വയ്യാതെ വീഴുമ്പം കളഞ്ഞിട്ട് പോകുന്ന പ്രണയബന്ധമേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ അതാണ് തോന്നുന്നത്.
ഇത് കാണുന്ന നല്ലവരായ മനുഷ്യരുണ്ടെങ്കിൽ ഈ ചേട്ടന് ചികിത്സിക്കാൻ വേണ്ട എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് പറ്റുന്നത് മതി. എന്തെങ്കിലും 1 രൂപയെങ്കിൽ 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ നമ്മളെ കൊണ്ട് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്താൽ അതൊരു വലിയ പുണ്യമായിരിക്കും. ചിലപ്പം ഫിസിയോതെറാപ്പിയൊക്കെ കൃത്യമായി ചെയ്താൽ ഒരുവിധം നേരെയാകൂല്ലേ, എവിടെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്താൽ. ഇവരെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല ചികിത്സ. ഒന്നുമില്ല. ചേട്ടാ വിഷമിക്കണ്ട കേട്ടോ.